രുദ്രപുരം എന്ന ഗ്രാമത്തിൽ അഞ്ജയ എന്ന വസ്ത്രവ്യാപാരി ഉണ്ടായിരുന്നു. തോളിലൊരു സഞ്ചിയും തൂക്കി ഓരോ ഗ്രാമത്തിലും പോയി വസ്ത്രങ്ങൾ വിൽക്കുകയായിരുന്നു അയാളുടെ തൊഴിൽ. ഇങ്ങനെ സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ചാണ് അദ്ദേഹം തന്റെ കുടുംബത്തെ പോറ്റിയിരുന്നത്. അയാളുടെ രണ്ടാമത്തെ ഭാര്യയുടെ പേര് അപർണ എന്നായിരുന്നു. ഗീത എന്നായിരുന്നു അവരുടെ മകളുടെ പേര്. ഗീതയ്ക്കായി അടുക്കളയിൽ ചിക്കൻ ഉണ്ടാക്കുകയായിരുന്നു അപർണ. ഇവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ മരിക്കത്തേ ഉള്ളൂ. ഇയാളുടെ ഈ വരുമാനം വെച്ച് ഒരു ജോലിക്കാരിയെ വെക്കാനും പറ്റില്ല. എല്ലാം എന്റെ വിധി. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ ഉള്ളി അരിഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഗീത അടുക്കളയിലേക്ക് വരുന്നു. അമ്മേ, ചിക്കൻ റെഡിയായാൽ പറയണേ. ഞാൻ മുറിയിൽ പഠിക്കാൻ കയറുവാ. ശരി മോളെ, നന്നായി പഠിച്ചോ. ചിക്കൻ തയ്യാറായാലുടൻ ഞാൻ വിളിക്കാം. ഗീത അവളുടെ മുറിയിൽ പോയി വാതിലടയ്ക്കുന്നു. അപർണ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളുടെ ആദ്യ ഭാര്യയിലെ മകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. അവളെ വഴക്കൊക്കെ പറഞ്ഞ് വീട്ടിലെ പണിയൊക്കെ ചെയ്യിക്കായിരുന്നു. അവൾക്ക് നല്ല ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ എന്റെ ദുർവിധി. ഒരുത്തൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അങ്ങനെ അവൾ അവളുടെ കെട്ടിയവന്റെ വീട്ടിലോട്ട് പോയി. അവൾ പോയ പിന്നെ വീട്ടിലെ പണി ചെയ്ത് നടുവൊടിഞ്ഞു. അപർണ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി ഒരു ഹാൻഡ് ബാഗ് ഒക്കെയായി വീട്ടിലേക്ക് വരുന്നു. വാതിൽക്കൽ വന്നിട്ട് അകത്തേക്ക് നോക്കുന്നു. ആരെയും കാണാത്ത കൊണ്ട് അവൾ അവരെ വിളിക്കുന്നു. അച്ഛാ, അമ്മായി, ഗീതേ, ഇവിടെ ആരുമില്ലേ? നന്ദിനിയുടെ ശബ്ദം കേട്ട അപർണ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വരുന്നു. വാതിൽക്കൽ ചിരിച്ചുകൊണ്ട് നണ്ടാനമ്മയെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദിനിയെ അവർ കാണുന്നു. തന്റെ അതൃപ്തിയെല്ലാം മുഖത്ത് കാണിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ ചോദിച്ചു. എന്താ ഇത്? ഞാൻ മനസ്സിൽ കരുതിയതാ നീ ഇവിടെ വന്നോ? ഇത് സ്വപ്നമാണോ അതോ ഉള്ളതാണോ? മനസ്സിലോർത്തപ്പോഴേ നീ എത്തിയല്ലോ, അത്ഭുതം തന്നെ. രണ്ടാനമ്മയുടെ മുഖഭാവം കണ്ട് നന്ദിനി ഒന്നും മിണ്ടാതെ തല കുനിച്ച് വീടിനുള്ളിലേക്ക് കയറുന്നു. എന്നിട്ട് അപർണയോട് ഇങ്ങനെ പറയുന്നു. എന്തുണ്ട് വിശേഷം അമ്മായി? അച്ഛൻ വീട്ടിലില്ലേ? ഇതുവരെയെല്ലാം നല്ലതായിരുന്നു. ഇപ്പൊ നീ വന്നില്ലേ, ഇനി കണ്ടറിയാം ഞങ്ങൾക്ക് എന്തവസ്ഥയാണ് വരാൻ പോകുന്നതെന്ന്. അച്ഛനും ഗീതയും ഇവിടെയില്ലേ? അവരെ കാണുന്നില്ലല്ലോ. നിന്റെ അപ്പനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോ ഇങ്ങോട്ട് വരാൻ എന്താ കാര്യം? ആ സമയത്ത് തുണിയുടെ ഭാണ്ഡവും തോളിൽ തൂക്കി നന്ദിനിയുടെ അപ്പൻ അഞ്ജയ വീട്ടിലേക്ക് വരുന്നു. തന്റെ ജീവനായ പ്രിയപ്പെട്ട മകൾ നന്ദിനിയെ കണ്ടപ്പോൾ അയാളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഭാണ്ഡം സോഫയിൽ വെച്ചിട്ട് അയാൾ മകളുടെ അടുത്തേക്ക് വരുന്നു. എന്തുണ്ട് മോളെ, ഒറ്റയ്ക്കാണോ വന്നേ? മരുമൻ വന്നില്ലേ? അദ്ദേഹം അടുത്ത തവണ വരുമോ അച്ഛ? ഞാൻ ഗർഭിണിയാണ്. അച്ഛൻ മുത്തശ്ശനാകാൻ പോകുന്നു. ആദ്യത്തെ കുട്ടി അമ്മ വീട്ടിലല്ലേ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കുട്ടി ജനിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഇത് കേട്ട അഞ്ജയ വളരെ സന്തോഷിക്കുന്നു. പക്ഷെ ദേഷ്യം കാരണം കണ്ണു ചുവന്ന അപർണ നന്ദിനിയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. കേട്ടോടി അപർണേ, ഞാൻ മുത്തച്ഛനാകാൻ പോകുന്നെന്ന്. അതുപോലെ നീ മുത്തശ്ശിയാകാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ തോളിൽ സ്നേഹപൂർവ്വം കൈവച്ച് അയാൾ ഇങ്ങനെ പറയുന്നു. ശരിയാ മോളെ, ആദ്യ കുട്ടി അമ്മ വീട്ടിൽ തന്നെയാ ഉണ്ടാവേണ്ടത്. നമ്മളാ ആചാരം പിന്തുടരുന്നവരാണ്. നീ ഇവിടെ തന്നെ നിന്നു. അഞ്ജയ നന്ദിനിയോട് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അപർണയ്ക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതെന്റെ മകളല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ അവളുടെ മുത്തശ്ശിയാകും? അതൊരിക്കലും സംഭവിക്കത്തില്ല. മരണം വരെ ഞാൻ ഇവൾക്ക് രണ്ടാനമ്മ തന്നെ ആയിരിക്കും. എന്റെ ഗീതയുടെ കുട്ടികൾക്ക് മാത്രമായിരിക്കും ഞാൻ മുത്തശ്ശി. ഇതും പറഞ്ഞ് അപർണ നന്ദിനിയുടെ കഴുത്തിന് കയറി പിടിക്കുന്നു. ഗർഭമുണ്ടെന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാനുള്ള പ്ലാനാണോ? നിന്നെയും നിന്റെ കൊച്ചിനെയൊക്കെ പോറ്റാൻ വേണ്ടി നിന്റെ അപ്പൻ ലക്ഷങ്ങളൊന്നും സമ്പാദിക്കുന്നില്ല. അമ്മായി, കഴുത്ത് വേദനിക്കുന്നു, കൈയെടുക്ക്. അപർണേ, ഗർഭിണിയായ ഒരാളോട് ഇങ്ങനെ ചെയ്യാതെ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ് എനിക്കൊരു മകളുണ്ടെന്ന്. നീ അവൾക്കൊരു അമ്മയാകാൻ തയ്യാറാണെങ്കിൽ നിനക്കെൻ്റെ ഭാര്യയാകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ നീ ഇതുവരെ അവളോട് അമ്മയെപ്പോലെ പെരുമാറിയിട്ടില്ല. എൻ്റെ ഭാര്യയായ നീ ഗീതയെ മാത്രമാണ് മകളായിട്ട് കാണുന്നത്. ആഹാ, മോള് വന്നപ്പോഴേ നിങ്ങളുടെ ശബ്ദം പൊങ്ങി തുടങ്ങിയല്ലോ. നിങ്ങൾക്ക് പോലും കഴിക്കാൻ തികയുന്നില്ല. അപ്പോൾ ഇവൾക്ക് എന്ത് കൊടുക്കാനാ? എൻ്റെ ഭക്ഷണത്തിന്റെ പാതി അവക്ക് കൊടുത്ത് ഞാൻ അവളെ നോക്കും. അപ്പോൾ എന്തോ കരിഞ്ഞ മണം വരുന്നു. മണം കിട്ടിയതും അപർണ പറഞ്ഞു. ഷോ, ഞാൻ മോൾക്ക് വേണ്ടി ചിക്കൻ ഉണ്ടാക്കുമായിരുന്നു. എല്ലാം കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞിട്ട് അപർണ അടുക്കളയിലേക്ക് ഓടുന്നു. സ്റ്റൗവിന് മുകളിൽ വച്ചിരുന്ന പാത്രം കറുത്തിരിക്കുന്നു.
ഒരു വല്ലാത്ത മണവും വരുന്നു. ഈ ഭാഗ്യം കെട്ട പെണ്ണ് വന്നപ്പോഴേ എല്ലാം കരിച്ചു കളഞ്ഞു. ഇനി എന്തൊക്കെ ഗതികേട് ഉണ്ടാകുമോ ആവോ. അടുക്കളയിൽ നിന്ന് അപർണ ഇങ്ങനെയെല്ലാം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹാളിൽ നിന്ന് അഞ്ജയും നന്ദിനിയും ഇത് കേൾക്കുന്നു. ഇതെല്ലാം കേട്ട് നന്ദിനി വളരെ ദുഃഖിതയാകുന്നു. നോക്കൂ മോളെ നന്ദിനി, എന്നേക്കാൾ അമ്മായിയെ നിനക്കറിയാം. അവള് പറയുന്നൊന്നും നീ ശ്രദ്ധിക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ശരി അച്ഛാ, നാളെ ആശുപത്രിയിൽ പോകേണ്ട ദിവസമാണ്. പോകാം മോളെ. ഇപ്പോൾ നീ ഗീതയുടെ റൂമിൽ പോയി വിശ്രമിക്കേ. നന്ദിനി അവളുടെ ബാഗും എടുത്തു ഗീതയുടെ റൂമിലേക്ക് പോകുന്നു. റൂം അടഞ്ഞു കിടന്നതിനാൽ അവൾ വാതിലിൽ മുട്ടുന്നു. ഗീത പഠിക്കുകയാണെന്നും പറഞ്ഞ് അവളുടെ കാമുകൻ തനീഷിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് ഗീത വാതിൽ തുറന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദിനിയാണ് അവൾ കണ്ടത്. അവളെ കണ്ട ദേഷ്യത്തിൽ മുഖം കറുപ്പിച്ച് ഗീത അടുക്കളയിൽ പോയി അപർണയെ കാണുന്നു. അമ്മേ, ആ നന്ദിനി എന്റെ റൂമിലോട്ട് വന്നു. ഇനി ഞാൻ എങ്ങനെ പഠിക്കാനാ? ഇത് കേട്ടതും അമ്മയും മോളും കൂടി ഓടി ഗീതയുടെ റൂമിലേക്ക് പോകുന്നു. കട്ടിലിൽ ഇരിക്കുന്ന നന്ദിനിയെ കണ്ട അപർണയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഓ, നിനക്ക് താഴെ ഇരിക്കാൻ അറിയത്തില്ലേ? വന്നതേ കയറി കട്ടിലിരുന്നല്ലോ. ഇത് നിന്റെ അപ്പൻ സമ്പാദിച്ചതാണെന്നാണോ നിന്റെ വിചാരം? അപർണ ഇങ്ങനെ പറഞ്ഞതും നന്ദിനി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. നീ ഇവിടെ ഉള്ളത്തോളം കാലം നീ താഴെ കിടന്ന് വേണം ഉറങ്ങാൻ. ഇത് നീ ഓർമ്മയെ വെച്ചോണം. എന്റെ കെട്ടിയോനും കാരണമാണ് നിനക്കിപ്പോൾ ഈ വീട്ടിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞത്. അയാളുടെ കണ്ണിൽ മാത്രമാണ് നീ മകൾ. ഞങ്ങൾക്ക് നീ വേലക്കാരി മാത്രമാണ്. അത് മറക്കണ്ട. ഇപ്പോൾ പോയി വല്ലതും തിന്നാനുണ്ടാക്കാൻ നോക്ക്. അപർണ അങ്ങനെ പറഞ്ഞതും നന്ദിനി ഒന്നും മിണ്ടാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഗീതേ, അങ്ങനെ പൈസ കൊടുക്കാത്ത വേലക്കാരി വീട്ടിൽ വന്നല്ലോ. ഇനി നമ്മുടെ ഇഷ്ടമാണ്. നിനക്ക് തിന്നാൻ എന്ത് വേണമെങ്കിലും അവളോട് പറഞ്ഞാൽ മതി. ഞാനും ഇനി അത് തന്നെ ചെയ്യാൻ പോകുക. എന്നിട്ട് സുഖമായിരുന്ന് TV സീരിയലുകളൊക്കെ കാണണം. രാത്രി 10 മണിയായി. കിടക്ക താഴെയിട്ട് നന്ദിനി നിലത്തു കിടന്നുറങ്ങുന്നു. കട്ടിലിൽ കിടക്കുന്ന ഗീത ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപർണ മറ്റൊരു മുറിയിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്നു. കട്ടിലിന്റെ വശത്ത് നിലത്ത് കിടന്നാണ് അഞ്ജയ ഉറങ്ങുന്നത്. മോൾ നന്ദിനി ഗർഭിണിയായതും അവൾ തന്റെ അടുത്തോട്ട് വന്നതുമെല്ലാം അയാളെ വളരെ സന്തോഷിപ്പിച്ചു. മകളെ നാളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അതിന് പണം ആവശ്യമുണ്ട്. ഈ കാര്യം അപർണയോട് പറയാമെന്ന് അയാൾ കരുതുന്നു. അയാൾ നിലത്തു നിന്ന് എഴുന്നേറ്റ് അപർണയോട് സംസാരിക്കുന്നു. അപർണ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. പറ അപർണ, നന്ദിനി വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? നമ്മളല്ലാതെ അവൾക്ക് ആരാ ഉള്ളത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവളെ ശുശ്രൂഷിക്കണോ? നന്ദിനിയെ നമ്മൾ വേണ്ടേ ആശുപത്രി കൊണ്ടുപോവാൻ? അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. അഞ്ജയ കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപർണ പെട്ടെന്ന് എഴുന്നേറ്റ് കട്ടിലിലിരുന്നു. അവൾ വളരെ ദേഷ്യത്തിലായിരുന്നു. അവൾക്ക് തീറ്റ കൊടുക്കുന്നത് തന്നെ അധികമാണ്. ഇനി അവളെ ആശുപത്രിയിലും കൂടി കൊണ്ടുപോകണോ? അവള് ഗർഭിണിയല്ലേ. നമ്മൾ വേണ്ട ഇതൊക്കെ ചെയ്യാൻ. നീ സമ്മതിച്ചാൽ നമുക്ക് ഈ വീടിന്റെ ആധാരം വെച്ച് കുറച്ച് പണം കടം വാങ്ങാം. ഞാൻ കൂടുതൽ ഗ്രാമങ്ങളിൽ പോയി കൂടുതൽ തുണികളൊക്കെ വിറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ആധാരം തിരിച്ചെടുക്കാം. എനിക്ക് സമ്മതമല്ല. ഞാൻ അവളുടെ രണ്ടാനമ്മയാണ്. അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ എന്റെ വീട് പണയം വെക്കണം? അതൊരിക്കലും വേണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് ആ കടം വീട്ടി വീടിന്റെ ആധാരം തിരിച്ചെടുക്കും അപർണ. നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്കിതൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ ഒന്നാം ഭാര്യയുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ എന്റെ അടുത്ത് വഴക്ക് കൂടരുത്. എന്റെ വീടിന്റെ ആധാരം ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നോക്ക്, ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്ക അപർണ. ഇതെന്റെ ആദ്യ ഭാര്യ സരോജയുടെ വീടാണ്. അവൾ മരിച്ചു കഴിഞ്ഞ് നിന്റെ പേരിലേക്ക് ഇത് മാറ്റിയതാണ്. നീ അത് മറക്കരുത്. നന്ദിനിക്കും അതിൽ അവകാശമുണ്ട്. ഇത് ഞാൻ ആധാരത്തിൽ എഴുതിയിട്ടുമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പോലും എൻ്റെ മകളെ നീ നോക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എന്താകും അവസ്ഥ? മരിച്ചു പോയവരെ കുറിച്ച് ഇപ്പോഴെന്തിനാ പറയുന്നേ? ഈ വീട് എന്റെ പേരിലാണ്. ഇത് ഞാൻ പണയം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മോളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപർണയുടെ വാക്കുകൾ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അഞ്ജയ ഉറങ്ങുന്നു. അപർണ കട്ടിലിൽ കിടന്ന് ചിന്തിക്കുന്നു. അവൾക്ക് ഗർഭമുണ്ടായത് കൊണ്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നതും ഇയാൾ എന്നോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നതൊക്കെ. വീട് പണയം വെക്കാൻ വരെ ചിന്തിച്ചിരിക്കുവാണ്. അവളുടെ ഗർഭത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവളെ ഇവിടെ നിന്ന് പൊക്കോളും. ഇയാൾ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കത്തുമില്ല. വീട് പണയം വെക്കേണ്ട ആവശ്യവും വരത്തില്ല.
അപർണ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അവർ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഗീതയുടെ മുറിയുടെ മുന്നിൽ ഒഴിക്കുന്നു. എന്തായാലും നന്ദിനി ആദ്യം എഴുന്നേൽക്കുകയുള്ളൂ. എണ്ണയിൽ ചവിട്ടി തെന്നി വീണാൽ അവളുടെ ഗർഭം അലസിക്കൊള്ളും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അപർണ അവളുടെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.